ഹലോ അങ്ങനെ സംഭവം അധ്യായം 1 കണ്ടു കേട്ടോ. എനിക്ക് ഒട്ടും വർക്കൗട്ട് ആയില്ല സിനിമ. ജീതു സതീശനാണ് എഴുതി സംവിധാനം ചെയ്തത്. ജീതു സതീശന്റെ 2 വർഷം മുമ്പത്തെ ഇതിന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതേ കോൺസെപ്റ്റിനെ എലാബറേറ്റ് ചെയ്ത് എടുത്തേക്കുവാണ്. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ഡാർക്ക് പിന്നെ അതേപോലുള്ള കൊറിയൻ മൂവി സിഗ്നൽ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ആ ഒരു കോൺസെപ്റ്റാണ്. ലൂപ്പ് സിസ്റ്റമാണ്. ഒരു ലൂപ്പിൽ നിന്ന് വേറെ ലൂപ്പിലോട്ട് പോകുന്നു. പിന്നെ ഇതിനകത്തൊരു കാക്കെ കാണിച്ചിട്ടുണ്ട്. ആ കാക്കെ കാണുമ്പോഴേ എനിക്ക് വല്ലാതെ കലിയാവുന്നത്. ഈ പടത്തിൽ ഏറ്റവും വലിയ മിസ്കാസ്റ്റ് ആണ് അസ്കർ അലി. അസ്കർ അലിയെ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അഭിനയിക്കാനേ അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു അസ്കർ അലി ഇങ്ങോട്ട് കാശ് കൊടുത്തിട്ടാണ് അഭിനയിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. വളരെ കൂറ അഭിനയമായിരുന്നു. അതേപോലെ തന്നെ വിനീത് കുറച്ച് സീനേ ഉള്ളെങ്കിലും തരക്കേടില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ഡാർക്ക് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് നെറ്റ്ഫ്ലിക്സ് സീരീസ്. ഡാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റ്, പിന്നെയും ഫ്യൂച്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ടിവിറ്റി ആ ലൂപ്പ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അസ്കർ അലിയുടെ ലൂപ്പ് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന്റെ ലൂപ്പ് ഇതിനകത്തൊന്നും കണക്ട് ചെയ്തിട്ടില്ല. പടത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണുക. പിന്നെ ലൂപ്പുള്ള സിനിമയിൽ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരേ സീൻ തന്നെ പിന്നെയും കാണിക്കും. നമുക്ക് ഈ ചില സീൻസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത് പറഞ്ഞാൽ വെറുത്തു പോകും. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് കൊള്ളായിരുന്നു, സിനിമാറ്റോഗ്രാഫിയും തിരക്കേടില്ല. പിന്നെ കാടാണല്ലോ, കാടിനകത്തുള്ള ഷൂട്ടിംഗ് ആണെല്ലാം. സിദ്ധാർത്ഥ് ഭരതനുണ്ട്, സെന്തിൽ കൃഷ്ണനുണ്ട്. ഇവരൊക്കെ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറിനെ പോലാണ് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. ആ ലൂപ്പിനകത്ത് ഇല്ലാത്ത ആൾക്കാരാണ്. എനിക്ക് 3 പ്രൊഡ്യൂസർ ഫറാസ്, ഫൈസ്, ഫഹദ്, ഇവരെ സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ് വരുന്നത് കേട്ടോ. എന്ത് പറഞ്ഞാൽ കൺവിൻസ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംഭവം അധ്യായം 1 തുടങ്ങിയതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ബിക്കോസ് അതായത് ആസിഫ് അലിയുടെ ക്ലൈമാക്സിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അസ്കർ അലിയുടെ മോളായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി, ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രാന്തെടുക്കും. ചിലവർക്ക് ഈ ലൂപ്പ് സിനിമകൾ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഒട്ടും മനസ്സിലാവത്തില്ല, ഇഷ്ടപ്പെടുത്തുമില്ല. ഇതിൽ ചിലപ്പോൾ 2-ാം അധ്യായം 3-ാം അധ്യായമൊക്കെ കാണുമായിരിക്കും. പക്ഷേ പ്ലീസ് ദയവ് ചെയ്ത്, എനിക്ക് തോന്നുന്നു 5-6 കോടി രൂപ ഇതിനകത്ത് ചിലവായിട്ടുണ്ടായിരിക്കും. ഈ പടത്തെ ഞാൻ 5-ൽ 1 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലുള്ള പടത്തിന് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നവരെ ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം കൊച്ചി.